Hello, sir. Hello. I am Sundaresan Nair from Kalananda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number 8. Welcome, sir. Okay. Please come. Okay. Our luggage? It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനെന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടാ, ഇത് ചേട്ടാ, ചേട്ടന്റെ പങ്കജ് വല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമ വല്ലിയാ ഞാൻ. कौन बल्ले, किस वाले, कितना बल्ले, हम आपके हैं कौन? खबरदार, समाजी. എന്റെ ഭഗവതി, എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? चुप पागल, ध्यान दे. മേഡം, അടാവൊന്ന് തോന്നുങ്കോ. അടവോ? നിന്റെ അടവൊന്നും ഇവിടെ എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ. അല്ല, എന്റെ ഭർത്താവാ. മാഡം, ഞാൻ ഇവരുടെ ഭർത്താവോ? ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല. എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളെ രീതികളും അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം. അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. എന്റെ റൂം ഏതാ? ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കും. ചേട്ടാ, മൂദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കുക അല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ഈ കാര്യത്തിലെങ്കിലും നമുക്ക് നീ ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി, വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വരും ജയിലിൽ കിടന്ന് ഉണ്ടതിട്ടുണ്ടാവും. കാര്യം എന്തായി? അത് വല്ലവരല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. സുന്ദരി കോതല്ലേ? എല്ലാം നല്ലൊരുപിടി തന്നെ. എടാ, എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴെന്തെങ്കിലും നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ദാനിയേൽ, ഒരു കിളിനാഥോ അല്ലേ? എന്റെ അമ്മേ, ഇതേ ഉടക്കത്തള്ള. ഈ വൃത്തിയുടെ സ്ത്രീയാണോ? ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാ തോന്നണത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അയ്യോ, അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ, വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ, തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്, I have to have some sugar. അയ്യോ, ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വഴങ്ങി കൊടുത്തേക്കാ. കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ.
അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെ. വാട്ട്? അല്ലെ, മുറികളുടെ കാര്യത്തിലെ അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. അയ്യോ, ഇവനൊന്നും കണ്ടോ? എന്താ മിസ്റ്റർ പാച്ചു? ഹലോ. ഓ, വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? മിണ്ടരുത്, എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കുന്നുകളെ നിന്നെ. പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അതും ആരോടും പറയരുത്. ഇല്ല, ഇല്ല, അയ്യോ. പോ, പോയിക്കോ. അയ്യോ. എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യാന്ന് അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? ദേ, അങ്ങോട്ട് തന്നെ നേരിട്ട് വാ, ചോദിച്ചു. വരൂ വരൂ. എന്താ? ഫൽഗുനിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട്. വരൂ, നടക്കൂ, വരൂ. നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കര ഇഷ്ടായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴിയാവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ആ, ചെല്ല് ചെല്ല് ചെല്ല്. ആ, ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ? എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും ഇത്. വേണ്ടല്ലോ, നിങ്ങൾ കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? മീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം. ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ മീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്. പൈസ പോക്കറ്റിന് പറയുന്നു. ചൂടാവണ്ട. എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിയിട്ടാ. അങ്കിളുടെ മോൻ എവിടാ? നാട്ടിലാ. മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാനോ. വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവൻ ഞാൻ. എവിടെ നോക്കൂ? നല്ല രസമാണല്ലോ. ഹായ്, കൊള്ളാലോ. നോക്കിക്കേ. പൂടി. എന്താ, ഇഷ്ടമായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ. എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി. നിന്റെ ഫാദറിലെ ആവുന്ന ആളല്ലടി. ചെല്ലടി. ആ കയ്യമ്മായി പെണ്ണെ. കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം? എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? കൊള്ളാം, കൊള്ളാം. സുന്ദരി അല്ലേ? നിനക്ക് രാജയോഗമാണടാ. നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയേൽ. എന്തോ? വരൂ ഡാനിയേൽ. അതെ, കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കലഹനന്ദയിൽ 6 വർഷം പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ്, വൈറ്റ്സ് ആൻഡ് കുട്ടി. ഭാഗ്യവാനേ. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആനകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡ്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഓപ്പൺ ആയിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പൺ അടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചേ? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് ഈ സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് തീവ്. പിന്നെ
സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളത്. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്കാ നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരും അറിയാതെ നമ്മൾ വെളിയിലിറങ്ങണം. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണ് സ്വാമി, മധുര. എനിക്ക് പനിയുണ്ടോ എന്നൊന്ന് നോക്കൂ. പനി എന്റെ ഈശ്വര, ഈ ക്യാമ്പ് ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ മൈക്ക് ജാക്കിനെ പോലെ അടിച്ചു പൊടിക്കാൻ